അപാര സൗന്ദര്യവും അഭിനയശേഷിയും കൈമുതലായുള്ള നടിയായിരുന്നു ഭാനുപ്രിയ. ഒരു കാലത്ത് തെന്നിന്ത്യയിൽ തിളങ്ങി നിന്ന നടി മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ എല്ലാം നായികയായിട്ടുണ്ട്. വെറുത്തു വെറുപ്പിൻ്റെ അവസാനം ഇപ്പോൾ സ്നേഹമാണ് കുട്ടിശങ്കറിനോട് എന്ന അഴകിയ രാവണനിലെ ഡയലോഗാണ് ഭാനുപ്രിയയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ പേര് കേൾക്കുമ്പോൾ ഒട്ടുമിക്ക മലയാളികൾക്കും ആദ്യം ഓർമ്മ വരിക. മലയാളത്തിൽ അധികം സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ളതെല്ലാം റിപ്പീറ്റ് വാല്യൂ ഉള്ളതും ക്ലാസിക് സിനിമകളുമായിരുന്നു. 80കളും 90കളുമായിരുന്നു ഭാനുപ്രിയയുടെ സുവർണ കാലഘട്ടം. അക്കാലത്തെല്ലാം ഒട്ടുമിക്കത് യുവാക്കളുടെ ഡ്രീം ഗേളായിരുന്നു നടി. ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രി ജില്ലയിലെ രംഗംപേട്ടാണ് ഭാനുപ്രിയയുടെ സ്വദേശം. 17-ാം വയസ്സ് മുതൽ അഭിനയ രംഗത്ത് ഭാനുപ്രിയയുണ്ട്. 1983 പുറത്തിറങ്ങിയ മെല്ലെ പേസുങ്കളായിരുന്നു താരത്തിൻ്റെ ആദ്യ തമിഴ് ചിത്രം. അതിനുശേഷം തെലുങ്കിൽ നിന്നാണ് ഭാനുപ്രിയയ്ക്ക് ഏറെയും അവസരങ്ങൾ വന്നത്. തമിഴിലും തെലുങ്കിലും മാറി മാറി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബോളിവുഡിൽ നിന്നും ഭാനുപ്രിയയ്ക്ക് വിളി വരുന്നത്. ജിതേന്ദ്ര, രജനീകാന്ത്, ഋഷി കപൂർ, പൂനം ദില്ലോൺ എന്നിവർക്കൊപ്പമെല്ലാം അഭിനയിച്ചിട്ടുണ്ട് നടി. 1998 അമേരിക്കൻ ഗ്രാഫിക്സ് എഞ്ചിനീയറായ ആദർശ് കൗശലിനെ താരം വിവാഹം ചെയ്തത്. എന്നാൽ 7 വർഷത്തിനു ശേഷം ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാനുപ്രിയ ചെന്നൈയിൽ മടങ്ങിയെത്തി. പ്രണയവിവാഹമായിരുന്നു ഭാനുപ്രിയയുടേത്. മാതാപിതാക്കൾ സമ്മതമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിവാഹ ചടങ്ങ് നടന്നത് കാലിഫോർണിയയിൽ വെച്ചായിരുന്നു. 5 വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം 2003 അഭിനയ എന്നൊരു മകൾക്ക് ജന്മം നൽകിയിരുന്നു ഭാനുപ്രിയ. മകളുടെ ജനനശേഷമാണ് ഭർത്താവും ഭാനുപ്രിയയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തുടങ്ങിയതും വിവാഹമോചനം നടന്നതും. അതിനുശേഷമാണ് ഭാനുപ്രിയ മകളുമൊത്ത് ചെന്നൈയിലേക്ക് എത്തിയത്. മംഗഭാനു എന്നാണ് നടിയുടെ യഥാർത്ഥ പേര്. സംവിധായകനും നടനുമെല്ലാമായ ഭാഗ്യരാജ് ഭാനുപ്രിയയെ തൻ്റെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തപ്പോൾ നടി സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. നൃത്തത്തിലുള്ള ഭാനുപ്രിയയുടെ കഴിവ് കണ്ടാണ് സിനിമയിലേക്ക് താരത്തെ ഭാഗ്യരാജ് കാസ്റ്റ് ചെയ്തത്. ഫോട്ടോഷൂട്ട് നടത്തിയതിനു ശേഷം ഭാനുപ്രിയ തൻ്റെ കഥാപാത്രത്തെക്കാൾ തീരെ ചെറുപ്പമാണെന്ന് ഭാഗ്യരാജിന് തോന്നിയതിനാൽ ചിത്രത്തിൽ നിന്ന് നടിയെ നീക്കം ചെയ്തു. അപ്പോഴേക്കും ഭാനുപ്രിയ താൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് എന്ന് സ്കൂളിലെല്ലാം അറിയിച്ചിരുന്നു. സിനിമയിൽ നിന്ന് പുറത്തായ വിവരം അറിഞ്ഞപ്പോൾ കൂട്ടുകാരടക്കം പരിഹസിക്കാൻ തുടങ്ങിയതോടെ ഭാനുപ്രിയ സ്കൂൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. പിന്നീട് അങ്ങോട്ട് ഏറെ നാൾ സിനിമയിൽ കയറിപ്പറ്റാനുള്ള ശ്രമങ്ങളായിരുന്നു. അങ്ങനെയാണ് 1983 ആദ്യ സിനിമ ഭാനുപ്രിയയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. 2006 പുറത്തിറങ്ങിയ രാത്രി മഴയാണ് ഭാനുപ്രിയ അവസാനം അഭിനയിച്ച മലയാള ചിത്രം. അടുത്തിടെ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന പല കഥകളും തെറ്റാണെന്ന് വെളിപ്പെടുത്തി നടി തന്നെ രംഗത്ത് എത്തിയിരുന്നു. ഭർത്താവുമായി പിരിഞ്ഞിരുന്നു എന്ന വാർത്ത തെറ്റായിരുന്നുവെന്നാണ് നടി പറഞ്ഞത്. ഭാനുപ്രിയയുടെ ഭർത്താവ് ആദർശ് 2018 ഹൃദയാഘാതം മൂലം മരിച്ചിരുന്നു. 20കാരിയായ ഏക മകൾ അഭിനയ ലണ്ടനിലെ ലോബ്ബറോ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയാണ്. നാച്ചുറൽ സയൻസ് ആണ് വിഷയം. അവധി കിട്ടുമ്പോൾ മകൾ നാട്ടിൽ വരാറുണ്ടെന്നും നടി പറഞ്ഞിരുന്നു. ചെന്നൈയിൽ അമ്മയ്ക്കും സഹോദരനും ഒപ്പമാണ് ഭാനുപ്രിയ ഇപ്പോൾ താമസിക്കുന്നത്. തനിക്ക് ഈയിടെയായി സുഖമില്ലെന്നും ഓർമ്മശക്തി കുറയുന്നുവെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു. പഠിച്ച ചില കാര്യങ്ങൾ ഞാൻ മറക്കുന്നു. നൃത്തത്തോടുള്ള താല്പര്യം കുറഞ്ഞു. വീട്ടിൽ പോലും ഞാൻ നൃത്തം പരിശീലിക്കാറില്ല. കഴിഞ്ഞ 2 വർഷമായി എനിക്ക് ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ചില നേരങ്ങളിൽ ചില മനിദർകൾ എന്ന സിനിമയിലൂടെ സെറ്റിൽ വെച്ച ഡയലോഗുകൾ വരെ മറന്നുപോയി എന്നാണ് രോഗാവസ്ഥ വെളിപ്പെടുത്തി ഭാനുപ്രിയ പറഞ്ഞത്.